ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു ചമ്മന്തി ഇതിലേക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു ചമ്മന്തി അങ്ങ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് മല്ലിയിലയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ മുളക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചമ്മന്തി അങ്ങ് ഇട്ട് കൊടുക്കാം. ചമ്മന്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം പുഴുങ്ങിയ മുട്ടയാണ് ആവശ്യം. അപ്പോൾ ഞാൻ മുട്ട ഇവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 4 മുട്ട പുഴുങ്ങിയതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ മുട്ട ഒന്ന് നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ 4 മുട്ട ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ 4 മുട്ട ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചമ്മന്തി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ മുട്ടയുടെ മുകളിൽ അങ്ങ് തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ മഞ്ഞക്കുരു ഒഴിവാക്കുകയൊന്നും വേണ്ട. ഈ മഞ്ഞക്കുരുവും കൂടെ അവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയുടെ ബാക്കി ഇതുപോലെ അങ്ങ് കമഴ്ത്തി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എല്ലാ മുട്ടയുടെ പീസിൻ്റെ മുകളിലും നമുക്കിതുപോലെ ചമ്മന്തി അങ്ങ് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ മുട്ടയുടെ മുകളിലും ഇതുപോലെ നമ്മുടെ ചമ്മന്തി അങ്ങ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ചമ്മന്തി റെഡിയാക്കിയിട്ട് ഇതുപോലെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ചൂടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ ഇതുപോലെ കിട്ടുമല്ലോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എല്ലാ മുട്ടയുടെ മുകളിലും ഇതുപോലെ നമ്മുടെ ചമ്മന്തി നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ എല്ലാ മുട്ടയുടെ മുകളിലും ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ ഇതുപോലെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് 2 മുട്ടയും കൂടെ ഇതുപോലെ ഒരുമിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും വെക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് ഒരുമിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം.
കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.